അതിരപ്പള്ളിയിൽ മയക്കുവെടി വെച്ച കാട്ടാനയെ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു. 3 കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ ഈ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത്. നമുക്കപ്പം അതിരപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കപ്പം സൂരജ് സജി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നൽകും. പറയൂ സൂരജ്. എസ്കെൻ, ആദ്യഘട്ട ദൗത്യം വിജയം എന്ന് നമുക്ക് പറയാം. ആനയെ മയക്കുവെടി വെച്ച് അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാൻ സാധിച്ചിരിക്കുന്നു. എസ്കെൻ, ഈ ദൗത്യത്തിലേക്ക് പോലും നയിച്ചത് നമ്മൾ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഈ മുറിവേറ്റ് വന്ന ആനയുടെ ദൃശ്യം നമ്മൾ പുറത്തുവിടുന്നു. അങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സയിലേക്ക് വനംവകുപ്പ് കടന്നു. പക്ഷേ അത് ഫലപ്രദമായില്ല. പിന്നീട് ഈ മസ്തകത്തിൽ നിന്ന് പുഴുവരിച്ചിറങ്ങുന്ന ആനയുടെ ദയനീയ ദൃശ്യങ്ങൾ പോലും നമ്മൾ പുറത്തുവിട്ടു. ഇതോടുകൂടിയാണ് വനംവകുപ്പ് ആനയെ പിടികൂടി ചികിത്സിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ നിർണായകമായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ തന്നെയാണ്. അവർ അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാട്ടിലിറങ്ങി ഇത്തരത്തിലൊരു മുറിവും അതിൽ നിന്ന് പുഴുവരിച്ചിറങ്ങുന്ന നിലയിൽ ഒരു ആന നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യസ്നേഹം എന്നതിന്റെ പേരിൽ നമുക്കത് കാണാതിരിക്കാൻ കഴിയില്ല. മനുഷ്യസ്നേഹം ഏവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ആനയുടെ ദുരിതം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുത്തുള്ള ദൗത്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെയും ഇത് സംബന്ധിച്ച ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്ന സമയത്ത് അതിൽ പോലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതീവ സങ്കീർണമായ ദൗത്യത്തിനാണ് വനംവകുപ്പ് ഒരുങ്ങുന്നതെന്നുള്ളതാണ്. അതീവ സങ്കീർണമായ ആ ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയമാക്കി തീർക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വനംവകുപ്പിന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ വെറ്റ്ലപ്പാറ ചിക്ലായിലാണ് ഈ മുറിവേറ്റ കൊമ്പനെ കാണുന്നത്. ഒപ്പം ഏഴാറ്റുമുഖം ഗണപതിയും. അങ്ങനെ ചാലക്കുടി പുഴ മുറിച്ചു കടന്ന പ്ലാന്റേഷനിലേക്ക് കയറിയ ആനയെ ചാലക്കുടി പ്ലാന്റേഷനിൽ വെച്ച് മയക്കുവെടി വെക്കുന്നു. മയക്കുവെടി വെച്ചതോടുകൂടി ഈ ഏഴാറ്റുമുഖം ഗണപതിയും ഈ മസ്തകത്തിൽ മുറിവുള്ള ആനയും ഒന്നിച്ച് പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റിന് സമീപത്തേക്ക് നീങ്ങുകയായിരുന്നു. ഇവിടെ മയങ്ങി നിന്ന ആനയെ വിളിച്ചുണർത്താൻ ഏറെ നേരം ഗണപതി ശ്രമിച്ചു. തുമ്പി കൊണ്ട് മുറിവേറ്റ ആനയുടെ തുമ്പി ഉയർത്താൻ ശ്രമിച്ചു. പലതവണ മസ്തകം കൊണ്ട് തട്ടി നോക്കി, പക്ഷേ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഈ ആനയെ ഗണപതി തള്ളി നോക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആന മറിഞ്ഞ് താഴെ വീഴുന്നത്. ഇതോടുകൂടി ഈ ദൗത്യം ഒരു സങ്കീർണതകളിലേക്ക് വീണ്ടും വഴുതി വീഴുകയായിരുന്നു. കാരണം ഈ ആനയെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ എന്നാൽ പോലും വനംവകുപ്പ് അതിൽ പതറിയില്ല. പകരം വനംവകുപ്പ് ആന ഈ വീണ് കിടന്ന സമയത്ത് തന്നെ ആ മുറിവ് വൃത്തിയാക്കി അതിലുണ്ടായിരുന്ന പുഴുവും ചെളിയും എല്ലാം തന്നെ നീക്കം ചെയ്തു. കാരണം ഏറെ ദിവസമായി ഈ ആന നിരന്തരം ഈ മുറിവിലേക്ക് ഈ ചെളിയും വെള്ളവും എല്ലാം തന്നെ മണ്ണുമൊക്കെ വാരി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ മസ്തകത്തിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് എയർ സെൽസ് ആണ്. ഈ എയർ സെൽസിന് അണുബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയ പരിശോധനയിലെല്ലാം തന്നെ ഈ എയർ സെൽസിന് അണുബാധ ഏറ്റിട്ടുണ്ട്. സ്വാഭാവികമായും ആ അണുബാധ തലച്ചോറിലേക്കടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ആനയെ പിടികൂടി ചികിത്സിച്ചില്ലെങ്കിൽ ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ എയർ സെൽസിൽ ഉണ്ടായിരുന്ന ഈ പുഴുവും അതുപോലെ തന്നെ ചെളിയും അടക്കം നീക്കം ചെയ്ത് ആ മസ്തകത്തിന് ഉണ്ടായിരുന്ന മുറിവിൽ മരുന്ന് വെച്ചു. അതിനുശേഷം ഈ ആനയ്ക്ക് ട്രിപ്പ് അടക്കം നൽകി. ആനയുടെ ആരോഗ്യസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി ട്രിപ്പ് അടക്കം ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ആനയെ ഇപ്പോൾ ഈ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാനകൾ ഉപയോഗിച്ച് പലകുറി ആനയെ കുത്തി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ ആന എഴുന്നേറ്റില്ല. ഇതിനിടയിൽ കുങ്കികളെ ഉപയോഗിച്ച് കുത്തുന്നതിനിടയിൽ ആന തന്നെ സ്വമേധയാ എഴുന്നേറ്റു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായി, അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ പോലും വനംവകുപ്പിന്റെ ആശങ്കകൾക്ക് പരിഹാരമാകുന്ന അവിടെയായിരുന്നു. ആന സ്വമേധയാ എഴുന്നേൽക്കുന്നു. അതിനുശേഷം ഈ കുങ്കികളെ ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ പുറകിൽ നിന്ന് കുത്തി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. കുത്തി നീക്കാനായിട്ട്, അതായത് അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തി. പക്ഷേ ആന അവിടെ കൃത്യമായി പ്രതിരോധിക്കുന്നത് കണ്ടു. അതിന്റെ എല്ലാ ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ട് മയക്കത്തിലാണെങ്കിൽ പോലും ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി ആന പലതവണ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കോന്നി സുരേന്ദ്രനാകട്ടെ, കുഞ്ചു ആകട്ടെ, വിക്രമാകട്ടെ, അരിക്കൊമ്പൻ മുതൽ പല മിഷനുകളിലും വനംവകുപ്പിന്റെ നെടുന്തൂണായി നിന്ന ആനകളാണ്. അവർക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഈ കൊങ്കികൾക്ക് മുന്നിൽ ഇന്ന് വരെ ഒരാനകൾക്കും ജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഇടുക്കിയെ വിറപ്പിച്ച അരിക്കൊമ്പനെ പോലും പൂട്ടിയ ആനകളാണ് ഇവർ എന്ന് പറയുന്നത്, ഈ കുങ്കികൾ എന്ന് പറയുന്ന. ഇവിടെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെയും അങ്ങനെ ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാൻ ഈ കുങ്കികൾക്ക് കഴിഞ്ഞു. ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയം എന്ന് പറയാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യഘട്ടം വിജയമാണ്. ഇനിയുള്ളത് എസ്കെൻ വനം മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആനയുടെ മയക്കം വിട്ടുമാറുന്നത് സംബന്ധിച്ചാണ്. അതായത് ഈ ആനയുടെ മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ആനയെ കോടനാട് അഭയാരണ്യത്തിൽ എത്തിക്കണം. അവിടെ കൂടടക്കം കഴിഞ്ഞ ദിവസം സജ്ജീകരിച്ചതാണ്. അതിന്റെ ബലപരിശോധന അടക്കം പൂർത്തിയായതുമാണ്. ആ അഭയാരണ്യത്തിലെ കൂട്ടിലേക്ക് ആനയെ മാറ്റുക എന്നുള്ളതാണ്. അത് ഈ മയക്കം വിടുന്നതിന് മുൻപ് തന്നെ ചെയ്യണം. സാധാരണ ഈ അരിക്കൊമ്പനെയൊക്കെ പിടികൂടിയ സമയത്ത് നമുക്കറിയാം അവിടെയെല്ലാം ഈ ബൂസ്റ്റർ ഡോസ് ഒക്കെ ആനയ്ക്ക് കൊടുക്കും.
നടക്കുമായിരുന്നു. പക്ഷേ ഈ ബൂസ്റ്റർ ഡോസ് ഇവിടെ പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം 1 മാസം മുമ്പാണ് ആനയ്ക്ക് മയക്കുവെടി വെച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് അടക്കം കൊടുത്തു കഴിഞ്ഞാൽ ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് അടക്കം കൊടുക്കാതെ ഈ മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗം അഭയാരണ്യത്തിലെ കൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഈ കൂട്ടിലെത്തിച്ചതിന് ശേഷം ആനയ്ക്ക് തുടർ ചികിത്സ നൽകും. അതായത് ഇന്ന് ഈ മുറിവിൽ മരുന്ന് വെച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ആനയ്ക്ക് മുറിവിൽ മരുന്ന് വെക്കും. ദിവസങ്ങൾ നീണ്ട അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയ്ക്കാണ് വനംവകുപ്പ് തയ്യാറെടുക്കുന്നതെന്നുള്ളതാണ് ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയ ഉത്തരവിൽ പോലും പറയുന്നത്.